തിരുവനന്തപുരം മേയർ വി രാജേഷും 50 അംഗങ്ങളും 49 രാജേഷ് ഉൾപ്പെടെ 50 അംഗങ്ങളും മറ്റ് ഈ സംസ്ഥാനത്തെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റികളിലെയും പ്രതിപക്ഷ നേതാവും ഭരണകക്ഷിയും അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടങ്ങുന്ന BJPയുടെ 110നും 105നും 110നും ഇടയ്ക്ക് ആളുകൾ ഡൽഹിയിൽ പോയ തിരുവനന്തപുരം മുതൽ പോയ എല്ലാ സ്റ്റേഷനുകളിലും അവർക്ക് സ്വീകരണം കിട്ടി. രാജകീയമായിട്ട് അവർ ഡൽഹിയിലോട്ട് ട്രെയിനിൽ പോയി, രാജകീയമായിട്ട് അവർ ഫ്ലൈറ്റിൽ തിരിച്ചു വന്നു. എല്ലാവിധ ഇപ്പോൾ പാർട്ടിയാണ് ഒരു പരാതിയൊക്കെ വന്നു, പിന്നെ കോർപ്പറേഷനാണ് പൈസ മുടക്കിയെന്നൊരു പരാതി വന്നു. കോർപ്പറേഷനല്ല പൈസ മുടക്കിയിരിക്കുന്നത്, പാർട്ടിയാണ്. BJPയുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. അവരുടെ ഭക്ഷണവും യാത്രയും വാഹനവും എല്ലാം പാർട്ടിയാണ് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് 5 പൈസ ചിലവില്ലാതെ അവർക്ക് പോയിട്ട് വരാൻ പറ്റി. ഒരു വനിതകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പുറത്ത് ആദ്യമായി ഡൽഹിയിലൊക്കെ പോകുന്നവരെ സംബന്ധിച്ചുള്ള വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. പോയി പ്രസിഡന്റിനെ കാണാൻ പറ്റി, വൈസ് പ്രസിഡന്റിനെ കാണാൻ പറ്റി, പാർലമെൻറ്റിൽ പോയി കയറാൻ പറ്റി, പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനിൽ പോയി പറ്റി. വലിയ രീതിയിൽ അവർക്ക് വലിയൊരു ഹൈപ്പാണ് കിട്ടിയത്. മോദി 1.5 മണിക്കൂർ ഇവരോടൊപ്പം ഓരോരുത്തരോടൊപ്പം സംസാരിച്ചു, വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അപ്പോൾ എന്ത് ഫയലാണ് നമ്മുടെ വി രാജേഷ് അങ്ങോട്ട് കൊടുത്തത്? ആ ഫയലിൽ എന്താണെന്ന് അറിയാനൊരു കൗതുകമുണ്ട്. കുറേ ഡിമാൻഡുകളായിരിക്കും, നിവേദനമായിരിക്കുമല്ലോ, ആവശ്യങ്ങളായിരിക്കും. അതിന് പകരം കൊടുത്ത ഫയൽ എന്താണെന്നറിയാനും മറുപടി ഫയൽ എന്താണെന്നറിയാനും നമുക്ക് ആകാംക്ഷയുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഫയലാണ് അങ്ങോട്ട് കൊടുത്തത്, എന്ത് മറുപടി ഫയലാണ് തിരിച്ച് രാജേഷിന് കൊടുത്തത്? എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ബഡ്ജറ്റ് വരുന്നുണ്ട് തിരുവനന്തപുരത്തെ. അപ്പോൾ ബഡ്ജറ്റിൽ എന്തൊക്കെ പുതിയ പരിപാടി ഉണ്ടെന്ന് നോക്കാം നമുക്ക്. മനോഹരമായ പുതിയ പരിപാടികൾ ഈ സ്ട്രീറ്റ് ലോഗിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് മാത്രം പിടിച്ചു നിൽക്കാതെ പുതിയ പരിപാടികൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ബഡ്ജറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ബഡ്ജറ്റിൽ വരാത്തത് വരുന്ന വർഷങ്ങളിലെ ബഡ്ജറ്റിലും അല്ലാതെയും തിരുവനന്തപുരത്ത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മോദി വലിയ ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ JP നദ്ദയെ കണ്ടു, നഗരവികസന വകുപ്പ് മന്ത്രിയെ കണ്ടു, നിതിൻ ബബിനെ കണ്ടു, അതായത് BJPയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കണ്ടു, എല്ലാവരെയും കണ്ടിട്ടുണ്ട്. പാർലമെൻറ്റ് പോയി കണ്ടു, ഉപരാഷ്ട്രപതി രാധാകൃഷ്ണനെ കണ്ടു, രാഷ്ട്രപതിയെ കണ്ടു. വളരെ വലിയ തോതിലാണ്, വലിയ രീതിയിലാണ് ഡൽഹി യാത്ര ഹൈപ്പുണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം ഇനി തിരുവനന്തപുരത്തുകാർക്ക് കിട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്തായാലും തിരുവനന്തപുരത്ത് വരുമ്പോൾ പത്രസമ്മേളനമൊക്കെ കാണുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന്. തിരുവനന്തപുരത്തുകാർക്ക് എന്തൊക്കെ മെച്ചമാണ് ഇനി കിട്ടാനിരിക്കുന്നത്? നഗരത്തിൻ്റെ അലകും പിടിയും മാറുമോ? 45 വർഷമായി നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് ഇനി നടക്കുമോ? എന്ത് ഫയലാണ് മോദിക്ക് കൊടുത്തത്? മോദി തിരിച്ചെന്തെങ്കിലും ഫയൽ കൊടുത്തെങ്കിൽ എന്തുറപ്പാണ് ആ ഫയലിലുള്ളത്? എല്ലാം മനസ്സ് തുറക്കേണ്ടത് വി രാജേഷ് മേയറാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്കത് കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരത്തിൻ്റെ വലിയ വികസനം നടക്കുമോ? എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.